ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പരിപാടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാം വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങാം. വരുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴിയണം, ഫ്രഷായിട്ടേ ഇവിടുന്ന് ഇറങ്ങത്തുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ശിവകാശി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ എത്തേണ്ടതാണ്. ഇപ്പം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ സ്ട്രോങ് റൂം ഡോറ് പൊട്ടിച്ചെടുത്ത് നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ട് തിരിച്ച് ആലപ്പുഴയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഇപ്പം ഇവിടെ എത്തിയതേ ഉള്ളു. ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എത്താൻ താമസിച്ചു പോയത്. ഇപ്പം പുതിയ പൊളിക്കേണ്ട ബാങ്കിന്റെ, അതായത് സ്ട്രോങ് റൂം ഡോറ് പൊളിക്കേണ്ട സൈറ്റിലെ താക്കോല് മേടിക്കാൻ വേണ്ടി നമ്മുടെ ഷാജിക്ക പുതിയ ബ്രാഞ്ചിലോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും വരാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, നമ്മുടെ പൊളിക്കേണ്ട സ്ഥലത്ത് എത്തി. അപ്പോൾ താക്കോലില്ല ഇവിടെ. താക്കോല് പുള്ളിക്കാരൻ്റെ ഇവിടെ പോയിരുന്നു. താക്കോലിട്ട് തപ്പാൻ വേണ്ടി പുള്ളിക്കാരൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുവാണ്. തുറന്നിട്ട് വേണം സ്ട്രോങ് റൂം ഡോറ് പൊട്ടിച്ചെടുക്കാൻ. ഡോറ് പൊട്ടിച്ച് നമ്മുടെ വണ്ടി കയറ്റണം തിരിച്ചാലപ്പോഴേക്ക്. ഈ നമ്മൾ അവിടെ ഇട്ടിട്ട് സമയം ഏകദേശം ഉച്ചയായല്ലോ. ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുമ്പം വെള്ളയരിയും, അറിയാലോ നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ടുള്ള ഭക്ഷണം. ചോറെന്ന് പറഞ്ഞാൽ അതേ കിട്ടത്തുള്ളൂ നമുക്ക്. ഇവിടുത്തെ ഓട്ടോക്കാരെ കാണിച്ചു തരാം. കണ്ട, ഇവിടുത്തെ ഓട്ടോക്കാരെ കണ്ട, എല്ലാം മഞ്ഞ വണ്ടിയാണ് അല്ലേ? മഞ്ഞ വൈബടിച്ച വണ്ടികളെല്ലാം. അതിന്റെ പേരെന്ത് ഈ സാധനത്തിന്റെ? ഇതിന്റെ രഥം. ഇത് ഒരു രഥം ഇവിടെ ഉണ്ട് വലുത്. ബ്രേക്ക് ഇതെനിക്ക് അവിടെയൊക്കെ പൊട്ടിയൊക്കെ കിടക്കുന്നുണ്ട്. രഥം. ആ കറക്റ്റ്. ഈ സ്ഥലത്തിന് പേരെന്തുവാ? ശിവകാശി അമ്പലത്തിൽ കൊണ്ടുപോവാണ്. ആണെന്നോ എന്ത് സൈസാന്ന് ചോദിച്ചത്. നമ്മുടെ ഇല എത്തിയിട്ടുണ്ട്. വീഡിയോ എടുത്ത് സമയം കളയുന്നില്ല. നല്ല ടേസ്റ്റ്. വെള്ളരിയാ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിച്ച് വന്നു തുടങ്ങിയ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കോൺക്രീറ്റ് പൊട്ടിക്കുന്ന വീഡിയോ ഒരുപാടായിട്ട് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഞങ്ങളെല്ലാവരും മാറിയും തിരിഞ്ഞുമാണ് ഇന്ന് പൊട്ടിച്ച് മാറ്റുന്നത്. പൊട്ടിച്ച് ഏകദേശം പകുതികളായപ്പോൾ തന്നെ വൈകുന്നേരമായി. എല്ലാവരും നമുക്ക് ചായ കുടിക്കാൻ പോകാനുള്ള ഒരു സെറ്റപ്പിലാണ് എല്ലാവരും. നമ്മുടെ കോൺക്രീറ്റ് പൊട്ടിച്ച് ഏകദേശം ഒരു സൈഡോളം പൊട്ടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തേക്ക് സമയം 4 മണി. അത് ഞാൻ കണ്ടത് ഗുക്സ് വണ്ടി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെ 2-3 വണ്ടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. ഇതുപോലെ ഒരു ഗുക്സ് വണ്ടി കാണിച്ചു തരാം വെള്ളത്തിൻ്റെ. നമ്മുടെ അവിടെ നാട്ടിൽ കാണത്തില്ല. തമിഴ്നാട്ടിൽ വരുമ്പോൾ ഒരുപാട് വെറൈറ്റി വണ്ടികളൊക്കെ കാണാം. ഇത് ആപ്പോ ഓട്ടോറിക്ഷയാണ്. കണ്ടാ, ആപ്പോ ഓട്ടോറിക്ഷയിൽ വെള്ളമല്ലേ? അതെ, വെള്ളത്തിൻ്റെ. കണ്ടാ, ഇതേപോലെ ഒരുപാട് ഓട്ടോറിക്ഷകളും ഒരുപാട് വണ്ടികളും ഉണ്ട് ഇവിടെയൊക്കെ. ഇല്ല, ചായ ഇല്ലേ? ഇവിടെ ചായ ഇട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ചായ കുടിക്കൽ നടന്നില്ല, ചായ കിട്ടിയില്ല. അടുത്ത കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഉള്ള കടയിൽ കയറി വെള്ളം കുടിച്ച്. ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. വെള്ളം കുടിച്ചിട്ട് ശരിയാകുന്നില്ല, പരവേശം തീരുന്നില്ല. നേരെ അടുത്തുള്ളവർ വേറൊരു ചായക്കട വന്ന് ഷാജിക്ക് പറഞ്ഞ് ഇവിടെ തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞ് ഷാജിക്ക് ഇവിടെ കൊണ്ടുവന്നതാണ് ചായ കുടിക്കാൻ വേണ്ടി. ഇവിടെ ഇന്ന് രാത്രി ഈ സാധനം, ഈ ബീം വളച്ച് അങ്ങോട്ട് എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അതെന്തെങ്കിലും കേട്ടോ, നമുക്ക് ചായ കുടിച്ച് മാറാം. തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കയറും മേടിച്ച്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു വിശപ്പാട്. ഇനിയിപ്പോൾ കറണ്ട് വരുന്നേരം വെയിറ്റ് ചെയ്യണം. എനിക്കൊന്ന് ഏകദേശം 6-7 മണിയൊക്കെ ആകുമ്പം വരത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ പൊളിച്ച് വണ്ടി കയറ്റി തിരിച്ച് ആലപ്പുഴ പോകുന്നത് ഇനി എത്ര മണിക്കാണെന്ന് എനിക്കറിയില്ല, നടക്കുമെന്ന് എനിക്കറിയില്ല. ഓരോ ആൾക്കാർ അസീബ് അവിടെ ഇരിക്കുന്നുണ്ട്, ഷാജിക്ക് ഇത് അങ്ങോട്ട് വരുന്നുണ്ട്, അനുസരിക്ക് ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഇത് എവിടെ പോയി ഇരുന്ന് സ്വസ്ഥമായിട്ട് വോയിസ് ചെയ്യാം. ഷോർട്സിൻ്റെ എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. നമ്മൾ സൂപ്പറായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കണ്ടില്ലേ, കോൺക്രീറ്റ് പീസ് അടിപൊളിയായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, കറണ്ട് പൊട്ടി ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ മറ്റേ പരിപാടി അമ്പലത്തിലാണ്. ഇവിടെ എല്ലാവരും കിടക്കുക, ഷാജിക്ക് അനുസരിക്കുക, എല്ലാവരും കിടന്ന് നല്ല ഉറക്കമാണ്. അസീബുണ്ട്. അസീബ് എവിടെയാണെന്ന് നോക്കാം. വണ്ടിയിൽ കാണും അവിടെ. അതെ, വണ്ടി കിടന്ന് ഉറങ്ങുന്നു.
ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ആരും ഹെൽമെറ്റ് വെക്കത്തില്ല എന്നുള്ളതാണ്. അത് പോലീസുകാരാണെങ്കിൽ പോലും ഹെൽമെറ്റ് വെക്കത്തില്ല. അതുപോലെ ഓട്ടോയിലൊക്കെ ഇതേപോലെ കണ്ട കുത്തി നടത്തിക്കൊണ്ട് ആൾക്കാരെയും കൊണ്ടൊക്കെ പോകത്തുള്ളൂ. സ്കൂളിന്ന് 6 മണിക്ക്, സ്കൂൾ 6 മണിക്ക് ട്യൂഷൻ വല്ലതും ആണോന്ന് എനിക്കറിയത്തില്ല. പിള്ളേരൊക്കെ പോകുന്നുണ്ട് എന്തായാലും. ഇത് ഹെൽമെറ്റ് വെച്ച ഒരാളൊക്കെ. കറണ്ട് വന്നിട്ടുണ്ട്. ഇനി പയ്യെ നമ്മുടെ പരിപാടി പൊട്ടിക്കൽ തുടങ്ങാം. സ്ട്രോങ് റൂമിൻ്റെ അകമായതുകൊണ്ട് നല്ല പൊടിയായിരുന്നു കേട്ടോ. ശ്വാസം മുട്ടൽ നല്ല രീതിയിലുണ്ടായിരുന്നു. പൊടി അടിച്ച് മൂക്കിലും വായിലും ആകുമായിരുന്നു. മാസ്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു പരിധിയൊക്കെ ഉണ്ട്. പൊടി വേറെ പോകാനുള്ള വേറെ ഓപ്ഷൻ ഇല്ല. നമ്മുടെ ടീം മാറിയും തിരിഞ്ഞുമാണ് അടിച്ചടിച്ചടിച്ച് ഫുള്ള് തീർക്കാൻ നോക്കുന്നത്. ഷാജിക്കായും അൻസറിക്കായും പുറത്തുനിന്നാണ് പൊട്ടിക്കുന്നത്, ഞങ്ങൾ അകത്തുനിന്നാണ് പൊട്ടിക്കുന്നത്. ഓരോ 10-15 മിനിറ്റ് ആകുമ്പോൾ കുഴയുമ്പോൾ നിർത്തും, പോയി വെള്ളം കുടിക്കും, കുറച്ചേരം ഇരിക്കും, വീണ്ടും വന്നിട്ട് പൊട്ടിക്കൽ തന്നെ പരിപാടി. അപ്പോൾ അടിച്ചുകൊണ്ടിരുന്ന കോൺക്രീറ്റ് ഇപ്പം നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഇനിയിപ്പോൾ കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ എല്ലാവരും മുഖവും ഫ്രഷായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ഫ്രഷ് ആകാൻ വേണ്ടി ഒരു വാഷ്റൂമിലൂടെ അപ്പം അങ്ങോട്ട് പോവാം, കഴിക്കുന്നതിൻ്റെ അങ്ങോട്ട്. ഇന്ന് വീഡിയോ ഒരുപാട് ലെങ്തായിട്ട് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് പൊട്ടിക്കുന്ന വീഡിയോ കാണിക്കാത്തത്. ജസ്റ്റ് ആയിട്ടൊന്ന് ഓടിച്ചെന്ന് കാണിക്കുന്ന അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ പൊട്ടിക്കുന്ന വീഡിയോ മാത്രമായിട്ട് കാണിക്കാനാണെങ്കിൽ ഇത് ഇന്നലെ തീരത്തില്ല. വീഡിയോ ഇങ്ങനെ ലെങ്തിൽ എങ്ങനെ പോകും. ഇനി എപ്പോഴാണ് ഇവിടുന്ന് കഴിഞ്ഞ് ഇറങ്ങുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഏകദേശം ഒരു സൈഡ് ഫുള്ള് മേളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴോട്ടുള്ള മാത്രമേ ഉള്ളൂ. ഇനി അത് ഫുള്ള് കട്ട് ചെയ്താലും ചെയിൻ ബ്ലോക്ക് ഇടണം, താഴോട്ടത് ഇറക്കണം, ഉരുട്ടി വണ്ടി കൊണ്ടുപോകണം, വണ്ടി കയറ്റണം. ഒരുപാട് പ്രോസസ്സ് ഇനി കിടക്കുന്നുണ്ട്. ഇനി എന്തായാലും വർത്തമാനം പറയുന്നില്ല, കഴിച്ചിട്ട് വരാം. ഈ സെയിം സൈറ്റിൽ തന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കട ചെറിയൊരു കടയുണ്ട് തൊട്ടടുത്ത്, അത് നമുക്കറിയായിരുന്നു. അവിടെ പോയി ചപ്പാത്തിയും ഓംപ്ലേറ്റും പിന്നെ എന്തോ അവിടുത്തെ സ്പെഷ്യൽ കുറുമായ അങ്ങനെ എന്തോ ഒരു വെറൈറ്റി കറി ഉണ്ടായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു. എന്തായാലും ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറിയ കടയിൽ ചായയില്ല. ചായയോടെ അവിടെ കുറച്ചങ്ങോട്ട് മാറി ചായയുള്ള കടയുണ്ട്. ഇവിടുത്തെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കല്ല, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇവിടുത്തെ തമിഴ്നാട്ടിലെ ചായ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയൊരു മസാലക്കുത്തൊക്കെ ഉള്ളൊരു ചായ, അടിപൊളി ചായ തന്നെയാണ്. ചായ കുടിക്കാൻ കൂടെ പോവാം. ചായ കുടിച്ചിട്ട് വന്നിട്ട് അടുത്ത പൊട്ടിക്കലിൽ നിൽക്കാം. അങ്ങനെ വീണ്ടും ചായ കുടിച്ച് വന്നപ്പോൾ വീണ്ടും കറണ്ട് പോയിരിക്കുകയാണ്. വീണ്ടും പോസ്റ്റ് പണിയെങ്കിലും പെട്ടെന്ന് തീർത്തിട്ട് ഇവിടുന്ന് വീട് പിടിക്കാൻ നോക്കിയാൽ ശരിയാകത്തില്ല, നടക്കത്തില്ല. പോസ്റ്റാണ് മൊത്തത്തിൽ. കറണ്ട് വന്നിട്ടുണ്ട്, നമ്മളെ പണി നടക്കുവാണ്. കറണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണിയായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പരിപാടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പോയി കിടന്നോളാൻ പറഞ്ഞു. ഇപ്പം തിരിച്ച് ലോഡും കയറ്റിക്കൊണ്ട് എനിക്ക് ആലപ്പുഴയിലോട്ട് പോകേണ്ടതല്ലേ, അതുകൊണ്ട് ഓക്കെ വണ്ടീൻ്റെ പുറകെ തന്നെ കിടക്കാം. അയ്യോ കരണ്ടും പോയാ. ഇതിനെയൊക്കെ നോക്കിയിട്ടും കിടക്കാൻ പറ്റുന്നില്ല. കൊതുകിൻ്റെ ശല്യം ഭയങ്കരം തന്നെ. പിന്നെ ലോഡ് മറിച്ചിട്ട് ഇട്ടുകൊണ്ടുവരുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. എനിക്ക് നല്ല ഉറക്കക്ഷീണവും വരുന്നുണ്ട്. കിടന്നുറങ്ങണം. അങ്ങോട്ട് തിരിച്ച് ആലപ്പുഴക്ക് ഞാൻ തന്നെയാണ് ഫുള്ള് വണ്ടി ഓടിക്കുന്നത്. പിന്നെ എൻ്റെ റീൽസ് ഷോർട്സ് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഇതിൻ്റെ ഞാൻ ചെറിയൊരു അപ്ഡേഷൻ ഇട്ടിട്ട് വരുന്നതാണ്. ഈ ഡോർ എങ്ങനെയാണ് മറിക്കുന്നത്, എങ്ങനെയാണ് വണ്ടി കയറ്റുന്നതിനൊക്കെ ഉള്ളതൊക്കെ പറ്റിയുള്ള. എന്തായാലും കുറച്ച് നേരം കിടക്കട്ടെന്ന് മയങ്ങട്ടെ. മയങ്ങാൻ പറ്റിയാൽ മതി. ഞാൻ ഇവിടെ കിടന്നിട്ട് കുറച്ച് ഇപ്പോൾ കയറുമായി. കൊതുക് കൊണ്ട് രക്ഷയില്ല, നല്ല കൊതുക്. ഉറക്കമൊന്നും ശരിയാവുന്നുമില്ല. അതോർത്ത് ഈ വണ്ടീൻ്റെ ക്യാബിൻ്റെ അകത്ത് കയറിയിരുന്നേ ഇരുന്നുറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ അകത്ത് പോയി കിടന്നുറങ്ങാം. ഞാൻ ഉറങ്ങുന്ന സമയം കൊണ്ട് അവർ ടൂൾസും കയറ്റി ലോഡും എല്ലാം കയറ്റി സെറ്റാക്കി നിർത്തിയിട്ടാണ് എന്നെ വിളിച്ചത്. ഡോറൊക്കെ പൊട്ടിച്ച് വണ്ടി കയറ്റിയിട്ടുണ്ട് അവർ. ഞാൻ ആ സമയം നന്നായിട്ട് കിടന്നുറങ്ങി. ഡോറൊന്നുമില്ല, എല്ലാം വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനുമ്പോൾ മുഖമൊക്കെ ഒന്ന് കഴിയണം, ഫ്രഷായിട്ട് ഇവിടെ നടക്കത്തുള്ളൂ. ഫ്രഷായിട്ട് വരാം. അങ്ങനെ എല്ലാവരും ഫ്രഷപ്പ് ആയിട്ടുണ്ട്. പുറത്തിറങ്ങട്ടെ. അങ്ങനെ എല്ലാവരും ഫ്രഷ് ആയിട്ടുണ്ട്. വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാരായിട്ട്. ഞാനും ഫ്രഷായി. ഉറക്കമൊക്കെ ഒന്ന് കുറച്ച് ഉറങ്ങിയൊക്കെ വന്നപ്പോൾ ഇച്ചിരി ഉഷാറായിട്ടുണ്ട്. നേരെ വണ്ടി എടുക്കണം. ഒന്ന് പമ്പിലൊന്ന് പോകണം.
അവിടെ നിന്ന് ഇങ്ങനെ ഓരോ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്ത സ്ഥലത്തോട്ട് ഓടി ഏകദേശം എവിടെയാണെന്ന് തന്നെ അറിയില്ല. പമ്പിലെത്തിയിട്ടുണ്ട്. പമ്പിൽ നിന്ന് എണ്ണ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് പുല്ലന്നൂർ വഴിയാണ് പോകുന്നത്. നമ്മൾ വന്ന വഴി അതല്ലേ, അതിലല്ലേ പോകുന്നത്, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് മാത്രം 130 കിലോമീറ്ററോളം ഉണ്ട് ഇനിയും അങ്ങോട്ട് മാത്രം. തിരിച്ച് നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോകേണ്ട വഴി അറിയത്തില്ല. ആരത്തും വഴി ചോദിക്കാൻ ആരുമില്ല. ഗൂഗിളിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കിടന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയതുകൊണ്ടാണ് രാത്രി എനിക്ക് മൊത്തത്തിൽ ആലപ്പുഴ വരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. ഒരു സ്ഥലത്ത് ഒതുക്കിയിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടി. നമ്മൾ അസീവ് അങ്ങോട്ട് ചായക്കടയിലോട്ട് പോയിട്ടുണ്ട്. പയ്യെ വെട്ടം വീണ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയും തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം മലനിരകൾ നമ്മൾ കയറാൻ വണ്ടി ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഹൈ റേഞ്ച് കയറുമ്പോൾ ബ്ലോക്ക് പ്രതീക്ഷിച്ചായിരുന്നു. അതേപോലെ തന്നെ ബ്ലോക്ക് നല്ല ബ്ലോക്കായിരുന്നു. ഈ കഴിക്കുന്നത് ഉഴുന്ന് വറുത്തതാണ്. ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് വായിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ സമയത്ത് ഹൈ റേഞ്ച് മേഖല കയറി ഇറങ്ങാനായിരുന്നു. നല്ല ബ്ലോക്കായിരുന്നു അവിടെ. ഒരുവിധം നമ്മളങ്ങനെ കേരളത്തിൽ എത്തിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്. എല്ലാവരും ദോശയും ഓംപ്ലേറ്റും. എനിക്ക് നല്ല ഉറക്കക്ഷീണം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സീറ്റിൽ നിന്ന് മാറിക്കൊടുത്തു. ഇപ്പോൾ അസീബാണ് വണ്ടി ഓടിക്കുന്നത്. ആ സമയം കൊണ്ട് കുറച്ചേരം നന്നായിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ വണ്ടി ഓടിച്ച് ഏകദേശം ഇപ്പോൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അടിച്ചുകൊണ്ടിരുന്ന മെഷീൻ സ്റ്റക്കായിരുന്നു. അപ്പം അതിനകത്തുള്ള സ്റ്റക്ക് മാറ്റാൻ വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ വന്നത്. ആ സാധനം കൊടുത്തിട്ട് വേണം നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് വീട്ടിൽ പോയിട്ട് ഈ വണ്ടിയിൽ ഓടുമായിട്ട് തന്നെ എറണാകുളം കൂടെ പോകേണ്ടതാണ്. ഇതിനകത്തിരിക്കുന്ന ഡോറ് എറണാകുളം ഉള്ള സ്ഥലത്താണ് ഇറക്കേണ്ടത്. നമ്മളിപ്പോൾ ആലപ്പുഴ ഗോഡൗണിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ ടൂൾസ് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവിടെ പോകണം, ടൂൾസിൽ ഇറക്കണം. ഇപ്പോൾ എറണാകുളം പോകുന്ന വിശേഷം ഇതിനകത്ത് വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ഇനി വീഡിയോ ഒരുപാട് ലെങ്തായാലാണ്. അതുകൊണ്ട് എറണാകുളത്ത് പോകുന്ന വിശേഷം എന്തായാലും കാണിക്കുന്നില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡ്രൈവർമാരുടെ വിശേഷമായിട്ട് വീണ്ടും കാണാനാണ്.